വ്യക്തമായ പദ്ധതിയോടുകൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങിയിട്ടുള്ളത്. ഒരു തിരിച്ചുവരവിന് കൃത്യമായിട്ടുള്ള പാത തങ്ങൾക്ക് മുന്നിലുണ്ട്. അത് കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പാതയിലൂടെ രാജ്യത്ത് വീണ്ടും ഭരണത്തിലേറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുള്ളത്. അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ ഫലം വ്യക്തമാക്കിയിട്ടുള്ളത് 200 മുതൽ 220 സീറ്റ് UPA നേടും എന്നുള്ളതാണ്. അതായത് 135 മുതൽ 145 വരെ സീറ്റ് കോൺഗ്രസ് നേടും, ചിലപ്പോൾ ഏറിയാൽ 160 സീറ്റ് നേടും എന്നുള്ളതാണ്. എന്നാൽ ഈ ആഭ്യന്തര സർവേ ഫലത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതല്ല ലക്ഷ്യം, മറിച്ച് 226 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നുള്ളത് ഉറച്ച തീരുമാനത്തിൽ വിശ്വസിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. ഇതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പദ്ധതികൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ UPയിലെ സ്ഥിതിഗതികളെ വീക്ഷിച്ചാണ് ഇത്തരം ഒരു നിരീക്ഷണം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് UPയിൽ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനം ഉത്തർപ്രദേശിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ല, ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനം കുറയുന്നത് അത് രാജ്യത്തെ സർക്കാരിനോടുള്ള വലിയ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് പൊതുവെ അതിനെ നോക്കിക്കാണുന്നുള്ളത്. അതായത് സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിരുദ്ധ നടപടികൾ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ ഒരു സൂചനയാണ് ഉത്തർപ്രദേശിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് നിരീക്ഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് എപ്പോഴും വിലയിരുത്താറുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം UPയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം കഴിഞ്ഞ 2 ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് കോൺഗ്രസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല 200 വിജയ സാധ്യതകളുള്ള സീറ്റുകളിൽ കൃത്യമായിട്ടുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അത് ഏത് രീതിയിൽ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവും കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്. അതായത് ന്യായ് പോലെയുള്ള പദ്ധതികളെ പരിപൂർണമായും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുക, എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊള്ളുക. ആ പദ്ധതിയിലൂടെ എന്തായിരിക്കും പൊതുജനങ്ങൾക്കുള്ള നേട്ടം എന്നുള്ളത് വളരെ വിശദീകരണത്തോടു കൂടി വ്യക്തമാക്കി കൊടുക്കുക. അതിനുവേണ്ടി പൊതുജനങ്ങൾക്കിടയിലേക്ക്, അതായത് 1,02,00,000 ജനങ്ങളിലേക്ക് ന്യായ് പദ്ധതി രാഹുൽ ഗാന്ധിയുടെ എഴുത്ത് മൂലമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിന്റെ കൃത്യത മനസ്സിലാക്കി കൊടുക്കുക. അത് മാത്രമല്ല, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യവും മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ മോദി തരംഗം രാജ്യത്തില്ല എന്നുള്ളതും BJP ഒരു ട്രെൻഡിങ് അല്ല എന്നുള്ളതും വ്യക്തമായി കാരണങ്ങളോടുകൂടി പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. മറിച്ച് ഇനി വരേണ്ടത് രാഹുൽ തരംഗമാണെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കി കൊടുക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് സ്ത്രീ സമൂഹത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീ സമൂഹങ്ങൾക്കിടയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ രാഹുൽ തരംഗമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിടയിലും ഒരു രാഹുൽ തരംഗം വന്നിട്ടുണ്ട്. ആ തരംഗം ഒന്നുകൂടി വ്യാപിപ്പിക്കാനുള്ള ലക്ഷ്യങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കുന്നുള്ളത്. അത് മാത്രമല്ല, 226 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 26 മറ്റു സീറ്റുകളുണ്ട്. അതായത് വിജയ സാധ്യതകളുള്ള 26 സീറ്റുകൾ. അവിടെ സഖ്യമുണ്ടാക്കിയോ ഏത് രീതിയിലായാൽ പോലും ഒരു വിജയം കൊയ്തെടുക്കാനുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ കാണുന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും കോൺഗ്രസ് നടപ്പിൽ വരുത്തുന്നുണ്ട്. അത് മാത്രമല്ല, 226 സീറ്റ് കോൺഗ്രസ് നേടിക്കഴിഞ്ഞാൽ UPയുടെ സീറ്റുകളും കൂടി കടന്നു വരുമ്പോൾ ഒരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്നത്, 2009 കോൺഗ്രസ് 206 സീറ്റുകൾ നേടിയിട്ടുണ്ട്, UPA 262 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഈ 2009 കണക്കുകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളത്. അതായത് 2009 കോൺഗ്രസ് നേടിയിട്ടുള്ളത് 202 സീറ്റുകളാണെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസ് പറയുന്നത് 226 സീറ്റുകളാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അധികാരത്തിലേറാൻ UPAക്ക് സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.